കൊല്ലത്ത് ചിതറ ചല്ലിമുക്കിൽ CPIM BJP സംഘർഷത്തിൽ CPM ചല്ലിമുക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബാബുരാജിന് പരിക്കേറ്റു. BJP പ്രവർത്തകരായ അഡ്വക്കേറ്റ് വൈശാഖ്, അജോ എന്നിവർക്കെതിരെ ചിതറ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സാന്ത്വനയുണ്ട്. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. സാന്ത്വന, എന്താണ് കൊല്ലത്ത് അടിപിടി എന്ന് കേട്ടു, എന്താ സംഭവം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൊല്ലം ചിതറ ചല്ലിമുക്കിലാണ്. CPM BJP സംഘർഷം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയുവാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട CPM ചല്ലിമുക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ബാബുരാജനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തെ 2 BJP പ്രവർത്തകർ ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് ഈ പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിതറ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. 2 BJP പ്രവർത്തകർക്കെതിരെയാണ് കേസ്. അഡ്വക്കേറ്റ് വൈശാഖ്, അതുപോലെ തന്നെ അജോ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല അരുൺ ഇപ്പോൾ ഈ ഒരു ചല്ലിമുക്കിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ ഒരു CPM BJP സംഘർഷം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷം ഈ പ്രദേശത്ത് ഉടലെടുത്തിരിക്കുന്നത്. കാലായിൽ അപ്പപ്പൻകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവം നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി അവിടെ ഘോഷയാത്രയും നടന്നിരുന്നു. അങ്ങനെ ഈ ഘോഷയാത്ര ഈ ചല്ലിമുക്ക് ഭാഗത്തു കൂടി കടന്നുപോയ സമയത്ത് അവിടെ ഈ ഘോഷയാത്രയ്ക്കൊപ്പം പോയ വാഹനത്തിൽ ഗണഗേതമിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ചല്ലിമുക്കിൽ ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ചോദ്യം ചെയ്തതിന് പിന്നാലെ തന്നെ ചെറിയ രീതിയിൽ BJP CPM സംഘർഷം ആ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഇടപെട്ടാണ് ആ സംഘർഷം അന്ന് അവിടെ അവസാനിപ്പിച്ചത്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയതുമില്ല. ഒരു വാക്ക് തർക്കത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് രാത്രി ആ പ്രദേശത്തെ തന്നെ ഒരു ഷാൻ എന്ന് പറയുന്ന CPM പ്രവർത്തകനെ അവിടുത്തെ BJP പ്രവർത്തകർ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ചു എന്നതായിരുന്നു ആദ്യം അവിടുന്ന് പുറത്തു വന്ന ഒരു വാർത്ത. അദ്ദേഹത്തിന് തലയ്ക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം കൊല്ലത്തെ ഒരു ആശുപത്രിയിലും അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്കും അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷം ഇങ്ങനെ നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി മറ്റൊരു CPM പ്രവർത്തകന് കൂടി, അതൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് കൂടി ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ പ്രദേശത്തില്ല എന്നാണ് നമ്മൾ ചിതറ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്.